ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കലൽ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊരു പ്രാർത്ഥന, ഇനിയെങ്കിലും ഈ വീട് ഇതുപോലെ സന്തോഷത്തോടൊന്ന് കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അച്ഛൻ നന്ദിനി പറച്ചാ, നന്ദിനി അഗ്നിപർവ്വതം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അഗ്നിപർവ്വതം, പല അഗ്നിപർവ്വതങ്ങളും എല്ലാ കാലത്തും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുക, ദീർഘകാലം അത് ഒന്നും സംഭവിക്കാതെ ഉറങ്ങിക്കിടക്കുമെന്നും അപ്പോഴും ഉള്ളിൽ ഏത് നിമിഷവും പുറത്തേക്ക് തികട്ടാം എന്നുള്ളൊരു രീതിയിൽ അത് തിളച്ചു മറിയുന്നുണ്ടായിരിക്കുമെന്ന് പറയാം. ഇപ്പോഴുള്ള നിൻ്റെ ഈ മാറ്റം അങ്ങനെ ആകരുതെന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായല്ലോ അല്ലേ എന്ന് നന്ദിനിയോട് നമ്മുടെ അച്ഛൻ പറയുമ്പോൾ നന്ദിനി ചമ്മി. എല്ലാവരും അന്നേരം ഇങ്ങനെ വായു അടച്ചു പിടിച്ച് മൂക്കുമ്പോൾ പിടിച്ചിരിക്കാം. അപ്പോൾ ഇവിടെ മരങ്ങോടം മാഷ തൻ്റെ ഊച്ചാലും ഉപമയ്ക്കുള്ളത് ഞാൻ എന്തെങ്കിലും തിരിച്ച് തരുന്നുണ്ട് എന്ന് നന്ദിനി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്ന് പറഞ്ഞ ഒരു ചിരി. അച്ഛൻ സ്കൂൾ മാഷായതുകൊണ്ട് കളിയാക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് അല്ലേ അമ്മേ എന്ന് നന്ദിനി എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ വിനായകൻ പോയിട്ട് കയറി വരുന്നത്. വിനായകൻ കയറി വന്നപ്പം നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു മനുഷ്യ? ഞങ്ങൾ നല്ല തമാശയൊക്കെ പറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഡിന്നർ തന്നെ കഴിക്കുന്നത് അല്ലേ അമ്മേ എന്ന് നന്ദിനി. അപ്പോൾ വാ ഇരിക്കാൻ പറഞ്ഞു അമ്മ ഈ വിനായകനോട്. അന്നേരം അച്ഛാ എന്ന് പറഞ്ഞ് വിനായകൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ദേ ഇത് അമ്മയുടെ വളയാണ് കേട്ടോ, ഞാൻ എടുത്തുകൊണ്ട് പോയി പണയം വെച്ചതാണെന്നും പറഞ്ഞിങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ നീട്ടി. എന്തായാലും അച്ഛൻ്റെ ഡയലോഗും അടിയും ഏറ്റു. നന്ദിനി നടുങ്ങിപ്പോയി. അത് നിങ്ങൾ എടുത്തോ? വേദേ തെറ്റ് ചെയ്തെങ്കിലും വിനയേട്ടൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വലിയ ഡയലോഗ്. അതുകൊണ്ടൊന്ന് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മ എന്നിട്ട് അത് ശ്രീജയ്ക്കും കൊടുത്തു. ശ്രീജയുടെ കയ്യിലേക്ക് കൊടുത്തപ്പം അപ്പോൾ തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇതിപ്പോൾ തരുന്നത്, അതുകൊണ്ട് ഇത് പണയം വെക്കാൻ നിൽക്കേണ്ട, വിറ്റേക്ക് എന്ന് മാഷ് പറയുക. മാഷ് ശ്രീജയോട് പറഞ്ഞു. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു നന്ദിനി ഒരു അയ്യോ പോയി. അപ്പോൾ നന്ദിനി പോലും അറിയാതെ നന്ദിനിയുടെ കയ്യിൽ നിന്ന് പോയി നന്ദിനിയുടെ നല്ല സ്വഭാവം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ആ പണം ബിസിനസ്സിലിറക്കുക, കുറേ കൂടി അത് വലുതാവട്ടെ എന്ന് അച്ഛൻ ശ്രീജയോട് പറയുന്നു. എന്നാൽ പിന്നെ വിറ്റ് കിട്ടുന്നതിൽ കുറച്ച് കാശ് വിനേട്ടനും കൂടെ കൊടുത്തൂടെ എന്ന് നന്ദിനി ചോദിക്കും കേട്ടോ. അപ്പോൾ എന്നും പറഞ്ഞ് എല്ലാവരും നന്ദിനിയെ ഇങ്ങനെ നോക്കുന്നു. അത്യാവശ്യമുള്ളത് കൊണ്ടാണല്ലോ വിനേട്ടൻ അത് ചെയ്തത്. അന്നേരം അച്ഛൻ പറഞ്ഞ അഗ്നിപർവ്വതത്തിൻ്റെ കാര്യം ഇപ്പോഴാണ് സത്യമായതെന്ന് വേദ പറയുമ്പം അഗ്നിപർവ്വതത്തിൻ്റെ കാര്യമേ ഇത്രയും നേരം അടക്കി പിടിച്ചിരുന്ന നന്ദിനി അടുത്തി ഇങ്ങനെ പൊട്ടിത്തെറിക്കൽ അത് അയ്യോ ഞാനെൻ്റെ വിഷമം പറഞ്ഞതാ വേദ എന്ന് നന്ദിനി. അല്ലാതെ നീ പറഞ്ഞുണ്ടാക്കുന്നത് പോലെയോ വഴക്കുണ്ടാക്കാൻ നോക്കുന്നതൊന്നും അല്ല എന്ന് നന്ദിനി. അന്നേരം മതി ഇനി ആ സംസാരം വേണ്ട, വളയുടെ കാര്യം ഇതോടെ തീർന്നു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ വിക്രം മലയ്ക്ക് പോയി വരുന്നത് വരെ ഈ രീതിയിൽ ഈ കുടുംബം മുന്നോട്ട് പോയാൽ അത്രയും നല്ലതാണെന്നും അമ്മ പറയും കേട്ടോ. അപ്പം നന്ദിനി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. എന്തായാലും അമ്മേ, നമ്മളെല്ലാവരും കൂടി ഒരു തീർത്ഥാടന യാത്ര പോകുന്നതിനെ പറ്റി അച്ഛമ്മ അന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു. വിക്രം മലയ്ക്ക് പോകുന്നതിന് മുൻപ് അതങ്ങ് നടത്തിയാലോ എന്ന്. അപ്പോൾ വണ്ടിയുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വിനായകൻ പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിനായകനെ നോക്കി. അല്ല അന്ന് എന്നോട് നോക്കാൻ വേദ പറഞ്ഞായിരുന്നേ അതാ. അപ്പോൾ ഇങ്ങേരിപ്പോൾ ഇവൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നായിട്ടുണ്ടല്ലോ. ഇയാളുടെ എന്തോ ഒരു ഉടായ്പ ഇവൾക്ക് അറിയാം. എന്തായിരിക്കും അതെന്ന് നന്ദിനി ഇങ്ങനെ നിന്ന് ചിന്തിക്കുക. അപ്പോൾ വേദ നന്ദിനി നോക്കിയപ്പോൾ എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ മാഷൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അമ്മ. അമ്പലങ്ങളിൽ എല്ലാവരും കൂടെ പോകാൻ തീരുമാനിക്കും ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോട് കൂടി പോകണം കമല. ഈ വീട്ടിലെല്ലാവരും ഒരേ മനസ്സായിട്ടില്ല എന്ന് മാഷ് പറഞ്ഞു. അച്ഛൻ ഉദ്ദേശിച്ചത് തന്നെയാണോ എന്ന് നന്ദിനി അന്നേരം ചോദിച്ചു. ഞാൻ കാരണമാണ് ഈ യാത്ര മാറ്റി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാൽ പോരെ എന്ന് നന്ദിനി ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. വള വിറ്റ് കിട്ടുന്ന പണത്തിൻ്റെ കാര്യം ഞാൻ വേറൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല, അത് ശ്രീജേച്ചി തന്നെ എടുത്തോട്ടെ, എനിക്ക് വേണ്ട. എൻ്റെ വാക്കുകൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി വീണ്ടും ഭയങ്കര ഷോ അവിടെ നിന്ന്. അപ്പോൾ അതിനിപ്പോൾ മാപ്പ് ചോദിക്കാൻ എന്താ ഉണ്ടായത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് നമ്മുടെ വിശ്വൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അപ്പോൾ ശ്രീചേച്ചി നിങ്ങൾ വിശ്വനെയും കൂട്ടി പോയി അപ്പമോളെയും കൂട്ടി വാ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അച്ഛമ്മയും വേദയും പറഞ്ഞതുപോലെ എല്ലാ അമ്പലത്തിലും പോയി തൊഴുത് മടങ്ങി വരാമെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓക്കെ സമ്മതം. മാഷു സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ കാര്യം നടക്കുമെന്നുള്ളത് മനസ്സിലായി. ആ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ അച്ഛനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ വണ്ടി ഞാൻ അറേഞ്ച് ചെയ്യട്ടെ അച്ഛാന്ന് ചോദിച്ചു. അച്ഛമ്മ വിളിക്കണോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിച്ചു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. വിളിച്ചാൽ ഓടി ഇങ്ങ് വരും, പക്ഷേ അതിന് വയ്യാന്ന് പറഞ്ഞു. പുറത്തൊക്കെ പോയി ഭക്ഷണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലേ അത് ബുദ്ധിമുട്ടാകുമെന്ന് മാഷ് പറയും. അപ്പോൾ ശരിയാണെന്ന് ഇവരെല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഇവരെല്ലാവരും തീർത്ഥയാത്ര പോകാൻ തീരുമാനിക്കുന്നു.
അപ്പോൾ അച്ഛൻ അങ്ങ് എഴുന്നേറ്റ് പോയി. അച്ഛൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ നന്ദിനി ഇങ്ങനെ എല്ലാവരും ഇരുന്നോട്ട് നോക്കി. ഈ യാത്ര നിനക്ക് എന്നെന്നും ഓർമ്മിക്കാനുള്ളതാക്കി തരാം വേദേ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വേദ വിക്രത്തിൻ്റെ അരികിലേക്ക് ചെന്നു. അപ്പോൾ ഒരു ആപ്പിളൊക്കെ മുറിച്ചാണ് കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ ഇതെന്താ പതിവില്ലാതെ ആപ്പിളൊക്കെ ആയിട്ടെന്ന് ചോദിച്ചു കേട്ടോ. ഓഫീസിൽ നിന്ന് വരുമ്പോൾ വണ്ടിയിൽ കൂട്ടിയിട്ട് വിൽക്കുന്നു, കിലോയ്ക്ക് 100 രൂപ. അപ്പോൾ വാങ്ങിയതാണെന്ന് വേദ പറഞ്ഞു. എല്ലാവർക്കും കൊടുത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ രഹസ്യമായിട്ട് എൻ്റെ ഭർത്താവിന് മാത്രം കൊണ്ട് തന്നു എന്ന് വേദ പറയാം കേട്ടോ. എൻ്റെ പേര് നന്ദിനി എന്നാണല്ലോ എന്ന് വേദ പറയുമ്പം നമ്മുടെ വിക്രം ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക. നീ ഇവിടെ ഇരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേദ വന്ന് അടുത്തിരുന്നു. എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ നീ പറഞ്ഞതുപോലെ ഞാനിന്ന് അവനെ പോയി കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വരുണിനെ പോയി കണ്ടോ? ആ കണ്ടു. അവനെന്താ പറഞ്ഞ? വിക്രമന് എന്താ തോന്നിയേ എന്ന് ചോദിക്കുമ്പം ആദ്യം ഒരു ഉടക്കലായില്ല നിന്നത്. പക്ഷെ അവൻ സംസാരിച്ചത് വേറൊരു ആറ്റിറ്റ്യൂഡില്ല. അവൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് സത്യം തന്നെയാണോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുമ്പം ഒരാൾ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാനാവുള്ളൂ എന്ന് വിക്രം വേദയോട് എന്തായാലും തിരിച്ചു ചോദിച്ചു. ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ അവനോട് ചോദിച്ചു നോക്കി. അവൻ മനസ്സുകൊണ്ട് മറ്റൊരാളായി മാറിക്കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം അത് വിശ്വസിക്കാവോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് വേദ ഇങ്ങനെ വിക്രത്തോട് ചോദിക്കുമ്പം ഒരാൾക്ക് 3 ലൈഫ് ഉണ്ടെന്ന് പറയും. പബ്ലിക് ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, പിന്നെ സീക്രട്ടറി ലൈഫും. പബ്ലിക് ലൈഫ് അത് നമുക്കറിയാമല്ലോ, ഒരു പരിധി വരെ പ്രൈവറ്റ് ലൈഫും അറിയാം. പക്ഷേ സീക്രട്ട് ലൈഫ് അത് നമുക്ക് കണ്ടുപിടിക്കില്ലേ, അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും പറയാം. അവൻ്റെ രഹസ്യ ജീവിതത്തിൽ അവൻ ഇപ്പോഴും പഴയ വരുണിനെ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് ദീപ്തിക്ക് പോലും സാധ്യമാവില്ല എന്നും പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്നായി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ ആരുടെ ഭാഗത്ത് നിൽക്കും അത് പറയാൻ പറഞ്ഞു വിക്രം വേദയോട്. പിന്നെ ഇക്കാര്യത്തിലെ ഒരാൾ പോലും ദീപ്തി അംഗീകരിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാ. അവൻ്റെ പാസ്റ്റ് അറിയുന്ന ആരും അത് സമ്മതിക്കാനും പോകുന്നില്ല. പക്ഷേ ഒരാൾക്ക് എന്താ നന്നാവാൻ പാടില്ലേ? ഒരിക്കൽ തെറ്റ് ചെയ്താൽ എല്ലാ കാലത്തും അതിൻ്റെ ശിക്ഷ അനുഭവിക്കണമെന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. തിരിച്ചറിഞ്ഞ് തിരുത്താൻ അയാൾക്ക് എന്താ അവകാശമില്ലേ വിക്രം എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ആളുകൾ വിശ്വസിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. തെറ്റ് ചെയ്ത ഒരാൾ അത് തിരുത്തി നന്നായി എന്ന് വിശ്വസിക്കാൻ സാധാരണ മനുഷ്യൻ്റെ മനസ്സ് അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ കാരണം? അത് സിമ്പിൾ. മനുഷ്യന് എപ്പോഴും ഇഷ്ടം കഥകളാണ്. കഥ പറയാനും കേൾക്കാനും ഇഷ്ടമുള്ള ഒരേ ഒരു ജീവി അത് മനുഷ്യൻ മാത്രമാണ്. അതിൽ തന്നെ ഗുണപാഠ കഥകളല്ല അവനെ പിടിച്ചിരുത്തുന്നത്. വാശിയും മത്സരവും നുണയും വഞ്ചനയും ചതിയും കൊലപാതകവും അത് അങ്ങനെയൊക്കെയാ ഒരു ജീവിതം. അതിൽ ഭയങ്കരമായ മൂർച്ചയുള്ളൊരു അസ്ത്രം പോലെ അതിങ്ങനെ പാഞ്ഞ് നടക്കുകയാണ്. അത് ആരെയും ത്രില്ലടിപ്പിക്കില്ല. അത് വരുണിൻ്റേതായാലും ഒരു പരിധി വരെ എൻ്റേതായാലും അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കൂട്ടത്തിൻ്റെ ആഹ്വാനം അല്ലല്ലോ മനുഷ്യൻ്റെ ജീവിതം നിശ്ചയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വിക്രം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവളുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവളുടെ സ്വാതന്ത്ര്യത്തെ അത് ഞാൻ അംഗീകരിക്കണ്ടേ എന്ന് വേദ അന്നേരം ചോദിച്ചു. അതോടെ നിന്റെ വീട്ടുകാർ ആ ജന്മ ശത്രുക്കളാകും, അത് ഉറപ്പാകട്ടോ എന്ന് വിക്രം അന്നേരം വേദയോട് പറഞ്ഞു. വിക്രം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കി വേദ അവിടെ ഇരിക്കാം. ഇപ്പോൾ വിക്രത്തിൻ്റെ പബ്ലിക് ലൈഫും അതുപോലെ പ്രൈവറ്റ് ലൈഫും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ സീക്രട്ട് ലൈഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് അധികം കൊണ്ട് നടക്കാമെന്ന് മോൻ വിചാരിക്കേണ്ട കേട്ടോ എന്നും വേദ ഇങ്ങനെ വിക്രത്തോട് പറയുക. പിന്നെ ഇളിക്കൊന്നും വേണ്ട, മലയ്ക്ക് പോയിട്ടെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് വേദ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വരുൺ ഇങ്ങനെ അവിടെ കിടക്കുന്നു. അച്ഛൻ അന്നേരം അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് മോൻ ചാടി എഴുന്നേറ്റു. മോൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നെ ഉപദേശിക്കാനോ ഗുണദോഷിക്കാനോ മറുപടി ഇതിനൊന്നും അല്ല ഞാൻ വന്നത്. നിൻ്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എൻ്റെ കയ്യിൽ ഇല്ലതാനും. ഇപ്പോഴും എൻ്റെ പ്രവർത്തികളെക്കുറിച്ചുള്ള ആ ഒരു കഥയും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള എല്ലാം ശരിയാണെന്ന് സ്ഥാപിക്കാനോ ഒന്നിനുമല്ല ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് എൻ്റേതായ ശരികളുണ്ട്. ഒരുപക്ഷെ മറ്റൊരാൾക്ക് അതെല്ലാം തെറ്റായി തോന്നിയേക്കാം. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല എന്നും അച്ഛൻ മോനോട് പറയുക. നിന്റെ തീരുമാനങ്ങളെയും ഞാൻ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ എന്നോടെങ്കിലും നീ സത്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചോ? ഞാനത് പറയാം എന്ന് വരുൺ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വിക്രമും ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വെക്കുന്നത് നീ കാരണമാണ് എന്ന് നിനക്കറിയാവല്ലോ എന്ന് അച്ഛൻ മോനോട് ചോദിച്ചു. നിന്നെ ആ നിലയിലാക്കി അവനെ ആ നിലയിൽ ആ അവസ്ഥയിൽ തന്നെ കിടത്തണമെന്നായിരുന്നു എൻ്റെ വാശി. പക്ഷേ ഭാഗ്യം എപ്പോഴും അവൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആ കളിയുടെ അവസാന ലാപ്പിൽ ഇറങ്ങാൻ തീരുമാനിച്ച സമയത്താണ്
രേണുക എന്നോട് ഒരു കാര്യം പറഞ്ഞതെന്നും അച്ഛൻ മോനോട് പറയാം. അത് സീരിയസ് ആണോ അല്ലയോ എന്ന് എനിക്കറിയണം. അതോ വിക്രമനോടുള്ള പക തീർക്കാൻ നീ അവൻ്റെ ഭാര്യയുടെ അനിയത്തിയെ കരുവാക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പം അത് പകയും പ്രതികാരവും ഒന്നും ഇപ്പം എൻ്റെ മനസ്സിലില്ല അച്ഛാ എന്ന് വരുൺ അച്ഛനോട് പറഞ്ഞു. ആ ചെറിയ പ്രായത്തിൽ എത്രയേറെ തെറ്റുകൾ ചെയ്തതിൽ തന്നെ എനിക്കിപ്പോൾ പശ്ചാത്താപം ഉണ്ടെന്നും വരുൺ അച്ഛനോട് പറയുക. പിന്നെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ അർഹനല്ല എന്നുള്ളൊരു തോന്നലിന് എന്നെ പിടിച്ചു കയറ്റിയത് ദീപ്തിയാണെന്ന കാര്യം വരുൺ അച്ഛനോട് പറയുക. അവളെ കരുവാക്കി ഞാൻ ആരോടും യുദ്ധത്തിനില്ല അച്ഛാ എന്നും വരുൺ അച്ഛനോട് പറയുക കേട്ടോ. എനിക്ക് വേണ്ടിയാണ് അച്ഛൻ വിക്രത്തോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇനി അത് വേണ്ട എന്നും വരുൺ പറയുക. എനിക്ക് അയാളോട് നന്ദി മാത്രമേ ഉള്ളൂ എന്നും വരുൺ പറഞ്ഞു. ഇതുവരെ ജീവിച്ച ആ ഒരു ജീവിതം ഒരു വലിയ തെറ്റായിരുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് വിക്രമാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ വരുൺ അച്ഛനോട് പറയുവാണ്. അച്ഛൻ കരുതുന്നത് പോലെ ദീപ്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം എനിക്കിപ്പോൾ തമാശയല്ല എന്നും വരുൺ അച്ഛനോട് പറഞ്ഞു. കഴിഞ്ഞതോ കഴിഞ്ഞു. ഇനി അതിന് കണക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ പകരം വീട്ടാനൊന്നും അച്ഛൻ മുതിരണ്ടായെന്നും മകൻ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ഇത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചില്ലെങ്കിലും ഞാനത് അങ്ങോട്ട് തന്നെ പറയാൻ ഇരിക്കുകയായിരുന്നു എന്നും വരുൺ പറയുക. പ്ലീസ് അച്ഛാ, ഇനി മതിയാക്ക അച്ഛാന്നും വരുൺ പറയുക കേട്ടോ. മതി അച്ഛാ, ഇനി ഇതിൻ്റെ പിന്നാലെ പോവണ്ടെന്നും പറഞ്ഞു. അങ്ങനെ മകൻ പറഞ്ഞതെല്ലാം കേട്ട് കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് മനസ്സിൽ ആളിക്കത്തിയൊരു തീയുണ്ട്. നീയോ അങ്ങനെയായി പോയി, പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു തീ അത് അണയാൻ പാടാണെന്നും പറഞ്ഞ് അയാൾ അങ്ങ് ഇറങ്ങിപ്പോയി. വരുൺ ഇങ്ങനെ അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ശ്രീകാന്ത് ഈ വാസുവിനെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ സാറ് വന്നിട്ട് ഒത്തിരി നേരമായെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, തന്നെ കാണാൻ താൻ പറഞ്ഞതുകൊണ്ട് എന്നോട് വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് അച്ഛൻ ഓഫീസിലുണ്ടായിരുന്നു. നമ്മൾ തമ്മിലുള്ള അടുപ്പം അച്ഛൻ അറിയണ്ടെന്ന് വിചാരിച്ചു. അതാ കേട്ടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അല്ല, അതിപ്പോൾ അറിഞ്ഞതുകൊണ്ട് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ എന്നൊക്കെ ഇവൻ പറയാം. അങ്ങനെ ഒളിച്ചു വയ്ക്കേണ്ട ഒരു റിലേഷൻഷിപ്പാണ് ഞാനുമായിട്ട് ഉണ്ട് ഒരു ഇതുണ്ടോ തനിക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞു. അഥവാ ശ്രീകാന്ത് ആഗ്രഹിച്ചാൽ തന്നെ അത് ഒളിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും വാസ്തവം പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഒന്ന് ചിരിച്ചു. ഞാൻ ഉദ്ദേശിച്ചതേ ശ്രീകാന്തിന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. ശ്രീകാന്തിൻ്റെ അനിയത്തെ ദീപ്തിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളതെന്ന് വാസുവും പറയുമ്പം ശ്രീകാന്തിൻ്റെ മുഖം മാറി. ആ കുട്ടിയും എൻ്റെ മകനുമായിട്ട് എന്തോ അത് ഞാനും കേട്ടെന്നേ. വാസുവൻ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്നേ. അവർ ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിരിക്കും എന്നും ശ്രീകാന്ത് പറയുവാണ്. എത്ര സോഷ്യൽ മീഡിയ പുരോഗമനമൊക്കെ പറഞ്ഞാലും ശരി, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും പ്രശ്നമാണെന്ന് പറഞ്ഞു. അതും കേട്ടപ്പോൾ ഞാനും അത് അങ്ങനെ തന്നെയാണ് വിചാരിച്ചതെന്നും ഇത്തരം കാര്യങ്ങൾ അവനോട് സംസാരിക്കാനായിട്ട് എനിക്ക് തീരെ മടിയും ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ചുറപ്പിക്കാതെ നിവർത്തിയില്ലല്ലോ എന്ന് കരുതി ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ കാര്യമായിട്ട് എന്നോടെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ തമ്മിൽ ശരിക്കും അടുപ്പത്തിൽ തന്നെ. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും അവരത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു അച്ഛനെന്നുള്ളൊരു നിലയിൽ അത് ചെയ്യാതിരിക്കാനും നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ്. അവന് വേണ്ടി വീട്ടിൽ വന്ന് ഞാൻ പെണ്ണ് ചോദിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു. പെട്ടെന്നൊന്നും ഇത് ചാടിക്കയറി ചോദിക്കണ്ട. കാരണം വീട്ടിൽ ഒരു കാര്യം അറിയാമല്ലോ. പിന്നെ അടുത്തതും കൂടി ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് അത് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞു ഇവൻ ഇങ്ങനെ പറയാം ശ്രീകാന്ത്. അപ്പോൾ അതിനൊരു തീരുമാനം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾ അതൊക്കെ തീരുമാനിച്ചേക്കുമെന്ന് പറയാം. അത് നമ്മൾ രണ്ട് കുടുംബങ്ങൾക്ക് അത്ര നല്ലതാവില്ലല്ലോ എന്നും വാസുവും പറയാം. അല്ല, ശ്രീകാന്തിന് ഇതിൽ എതിർപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എൻ്റെ കാര്യമല്ല വാസുവ പ്രശ്നം. എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ബന്ധുവിനെ കിട്ടുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. പക്ഷേ അച്ഛനെ ബോധ്യപ്പെടുത്തണമെന്ന കാര്യം പറയാം, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതെനിക്ക് മനസ്സിലാകും. എന്നാലും ആ ടാസ്ക് ശ്രീകാന്തിന് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് ചോദിക്കുമ്പം അപ്പം എന്തായാലും എനിക്ക് തുറന്ന് നിങ്ങളെപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അച്ഛനോട് പറയാം. അപ്പോൾ എൻ്റെ മോൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യും എന്നർത്ഥം അല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ മകൻ്റെ ഇഷ്ടത്തിൻ്റെ കൂടെ എനിക്ക് നിന്നേ പറ്റുള്ളൂ എന്ന് വാസുവൻ ശ്രീകാന്തിനോട് പറയുക. പിന്നെ ഇതൊരു ഭീഷണിയൊന്നും അല്ല കേട്ടോ, ഇത് അങ്ങനെയൊന്നും എടുക്കല്ലേ. അപ്പോൾ നമ്മൾ തമ്മിൽ എന്ത് ഭീഷണിയാണ് വാസുവാ എന്ന് ശ്രീകാന്തിൻ്റെ വക ഒരു ഡയലോഗും. എന്നാൽ ശരി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വാസുവൻ അവിടെ നിന്ന് പോയി. ശ്രീകാന്ത് എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. മൊത്തത്തിൽ ശ്രീകാന്ത് ഇപ്പോൾ വട്ടം തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പണി പാളുമോ എന്നുള്ളൊരു പേടിയിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന വിക്രവും വേദയും കൂടി ഇങ്ങനെ പോരുന്നു. അപ്പോൾ ബൈക്കിനാണ് വരുന്നത്. രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നു. ഒരിടത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുക. വിക്രം ഇതെന്താ
എന്താ ഇപ്പോൾ നമ്മൾ അവളോട് സംസാരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. നമ്മളെല്ലാം പറഞ്ഞുറപ്പിച്ചതായിരുന്നില്ലേന്ന് ചോദിച്ചു. അല്ല, നേരിട്ട് വീട്ടുകാരെ എതിർക്കാനുള്ളൊരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്കുണ്ടാകും എന്ന് തോന്നിയാൽ അവരുടെ നീക്കം എങ്ങനെ നമ്മൾ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ നൈസായിട്ട് വേണം അവളോട് കാര്യങ്ങൾ സംസാരിക്കാനെന്നൊക്കെ വേദ പറയാം. ഞാനോ വീട്ടുകാരെ വഞ്ചിച്ചു, ഇപ്പോഴിതാ എൻ്റെ അനിയത്തിയുടെ വഞ്ചനയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കാൻ പോകുന്നു എന്നുള്ളൊരു കുറ്റബോധമാണോ ഇത് സംസാരിപ്പിക്കുന്നതെന്ന് വിക്രം വേദയോട് ചോദിക്കുവാണ്. വീട്ടുകാരെ ധിക്കരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നീ മാത്രമായിട്ട് എടുത്ത തീരുമാനമാണ്. പക്ഷേ നിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഇത് അവരുടെ തീരുമാനമാണെന്ന് വിക്രം വേദയോട് പറയാം. നമ്മുടെ കാര്യത്തെക്കാൾ ജെനുവിനാണ് അതെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ പോകുമ്പം അതേ നിക്ക് അവിടെ നിന്നേ, അല്ല അപ്പോൾ ഞാൻ ജെനുവിൻ അല്ലെന്നാണോ അർത്ഥം എന്ന് വേദ ചോദിച്ചു. അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല. എന്താ ഉത്തരവില്ലേ, പറയാൻ വാക്കുകളില്ലേ എന്ന് വേദ ചോദിക്കുക. അയ്യോ ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് വേദ എന്നേരം ചോദിച്ചു കേട്ടോ. പിന്നെ ഉത്തരം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് പറയുമ്പോൾ അല്ല, അത് ആ ഒരു അർത്ഥത്തിലല്ല, ഞാൻ ജെനുവിൻ അല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ 1 വർഷമായി ഭാര്യ എന്ന ലേബലുമായിട്ട് ഞാൻ താമസിക്കുന്നത് എന്ന് വേദ വിക്രത്തോട് ചോദിക്കും. അപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു. വിക്രത്തിന് ചിരി വന്നു. അല്ല, ജെനുവിൻ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അവർ തമ്മിലുള്ള മാനസിക ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ തമ്മിൽ ഒരു ബോണ്ടിങ്ങും ഇല്ലേ എന്ന് വേദ അന്നേരം വിക്രത്തോട് ചോദിച്ചു. അല്ല, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കുറവാണെന്നാണ് ഉദ്ദേശിച്ചത്. അല്ല അങ്ങനെയല്ല, പിന്നെ എന്നാലേ നമുക്കിത് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം വിക്രം എന്ന് വേദ പറഞ്ഞു. പക്ഷേ എൻ്റെ മുഖത്ത് നോക്കി അത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം ഞെട്ടി. ഇപ്പം ഇവിടെ വെച്ച് പറഞ്ഞാലും മതിയായിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു. മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് എന്താ ഒഴിഞ്ഞു തരണോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കും. വേദയുടെ വാക്ക് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവർക്കും നന്ദി.